പാർട്ടിയിൽ വിഭാഗീയത കൊടുമ്പിരി കൊള്ളുമ്പോഴും കണ്ണൂരിലെ ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആവേശമായിരുന്നു VS. അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും അണികളിലും ജനങ്ങളിലും ആവേശക്കടലാണ് തീർത്തത്. തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ VS എത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ബഹുജനങ്ങളും തടിച്ചുകൂടിയിരുന്നു. അത്രമാത്രം പ്രിയങ്കരനായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ. നീട്ടിയും കുറുക്കിയും കുറിക്കുകൊള്ളുന്ന കൂരമ്പുകളുമായി VS രാഷ്ട്രീയ എതിരാളികളുടെ പൊള്ളത്തരങ്ങളും നെറികേടുകളും പൊളിച്ചടുക്കിയായിരുന്നു മടങ്ങിയിരുന്നത്. കടുത്ത പിണറായി പക്ഷ നേതാക്കൾ പോലും തിരഞ്ഞെടുപ്പ് കാലത്ത് VSന്റെ മുഖം പോസ്റ്ററിൽ ചേർക്കാനും അദ്ദേഹത്തെ താൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എത്തിക്കാനും തിടുക്കം കൂട്ടി. ഇങ്ങനെ കല്യാശ്ശേരി, പയ്യന്നൂർ, ധർമ്മടം, തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളിലൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ VS എത്തിയിട്ടുണ്ട്. VS ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെത്തിയത് ചൊക്ലി മേനപ്രത്തെ EMS സ്മാരക മന്ദിരവും പള്ളിപ്രത്ത് ഉമ്മൻ സ്മാരക വായനശാല ഗ്രന്ഥാലയവും ഉദ്ഘാടനം ചെയ്യാനാണ്. 2017 ഫെബ്രുവരി 16 വൈകിട്ടാണ് ആർത്തിരമ്പിയ ജനസഹസ്രങ്ങളുടെ മുദ്രാവാക്യങ്ങളിലേക്ക് VS എത്തിയത്. പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാനും കേൾക്കാനും തിങ്ങിക്കൂടിയ പ്രവർത്തകരെ ആവേശഭരിതരാക്കും വിധമായിരുന്നു അന്നത്തെ പ്രസംഗം. പോരാളികളുടെ സംഗമം കൂടിയായി മാറി അന്നത്തെ VSന്റെ വരവ്. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുതുക്കുടി പുഷ്പനും അന്ന് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. EMS മന്ദിരത്തിലെ മാമൻ വാസു ഹാൾ തുറന്നു നൽകിയത് പുഷ്പനായിരുന്നു. ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം മുഷ്ടി ചുരുട്ടി പുഷ്പനെ അഭിവാദ്യം ചെയ്തതിനു ശേഷം VS പ്രസംഗിക്കാൻ വേദിയിലെത്തിയത്. പുഷ്പൻ വെടിയേറ്റ് വീണതു മുതൽ കരുതലായി VS ഒപ്പമുണ്ടായിരുന്നു. പുഷ്പനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നേരിൽ കാണാനായിരുന്നു ആദ്യ വരവ്. വീടിന് മുന്നിൽ അന്ന് റോഡുണ്ടായിരുന്നില്ല. ഇടുങ്ങിയ വഴിയിലൂടെ വീടിന്റെ പിൻഭാഗത്ത് നടന്നു കയറിയായിരുന്നു VS പുഷ്പന്റെ വീടിന് സമീപം കൂത്തുപറമ്പ് രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനത്തിനും ചൊക്ലി പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനത്തിനുമായി VS വന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷി കുടുംബത്തിന് സർക്കാർ ജോലി നൽകണമെന്ന പുഷ്പന്റെ ആഗ്രഹവും LDF സർക്കാർ നിറവേറ്റി. മലമ്പുഴയിൽ VS മത്സരിച്ചപ്പോൾ കെട്ടിവെക്കാനുള്ള പണം നൽകിയതും പുഷ്പനായിരുന്നു. പാർട്ടിയിലെ കണ്ണൂർ ലോബിയെക്കുറിച്ച് പൊളിച്ചെഴുത്തെന്ന പേരിൽ പുസ്തകമെഴുതിയ പ്രശസ്ത പത്രപ്രവർത്തകൻ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുമായുള്ള ആത്മബന്ധം VS മരണം വരെ തുടർന്നിരുന്നു. കണ്ണൂരിലെത്തിയാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മണിക്കൂറുകളോളം ചെലവഴിച്ചാണ് VS മടങ്ങിയിരുന്നത്.